അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെല്ലാം വളരെ ശ്രദ്ധേയമായ ഒരു ദൗത്യമാണ് ഇനി നിർവഹിക്കാനുള്ളത്. അത് വാർത്താ ശൃംഖലകളാകെ മിക്കവാറും ബൂർഷ്വാ പാർട്ടികളാകുകയും പാർട്ടിക്കെതിരായി നടത്തുന്ന അപവാദ പ്രചരണങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയുക, വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള ശേഷി അവരാർജിക്കുക ആണ് ഒന്നാമത്തെ ചുമതല. കാരണം ഇനി എന്തൊക്കെയാ ഒരു കൊല്ലക്കാലം നിങ്ങളെല്ലാം കൂടി വിളിച്ച് പറയാൻ പോകുന്നത് എന്ന് പഴയ വ്യക്തതയുണ്ട് ഞങ്ങൾക്ക്. അത് ജനങ്ങൾക്കും വ്യക്തത ഉണ്ടാവണം. കഴിഞ്ഞ പ്രാവശ്യം ആ വ്യക്തത ഉണ്ടായിട്ടുണ്ട്, ഈ പ്രാവശ്യവും ആ വ്യക്തത ഉണ്ടാവും. കാരണം കേരളം ഊന്നുന്നത് ഒരു നവകേരളത്തെയാണ്. കഴിഞ്ഞ 9 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ 57 മുതൽ കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യമന്ത്രിമാരായി മന്ത്രിമാരായി മന്ത്രിസഭ കൈകാര്യം ചെയ്തതിൻ്റെ തുടർച്ചയിലേക്ക് വരികയാണ്. ആ മുന്നോട്ടേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം ടേമിലേക്ക് ഇനിയുള്ള ഒരു വർഷം ഒരു 10-20 നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കത്തക്ക ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ കാണുന്നത്. അതിനടിസ്ഥാനമായിട്ട് ഞങ്ങൾ കാണുന്നത് ഒരു ജ്ഞാന സമൂഹമാണ്, കേരളത്തിലെ ഒരു ജ്ഞാന സമൂഹമാക്കി രൂപപ്പെടുത്തുക. അത് ജ്ഞാന സമൂഹം എന്ന് മാത്രമല്ല പറയുന്നത്, അതിൻ്റെ ഒപ്പം ചേർത്ത് പറയുന്നത് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയാണ്. ആ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയ്ക്കുള്ള മൂലധന ശേഷി രൂപപ്പെടുത്തലാണ്. കാരണം കിഫ്ബി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി 90,000 കോടിയാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത്. ഇപ്പോഴീ കേരളത്തിൻ്റെ മുഖചിത്രമാകെ അടിസ്ഥാന സൗകര്യം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നാഷണൽ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, വിഴിഞ്ഞം പദ്ധതി, കണ്ണൂർ എയർപോർട്ട് തുടങ്ങി നിരവധിയാണ് ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറയാനുണ്ട്. ഈ വികസനത്തിൻ്റെ ഒപ്പം ഇത് അവസാനിക്കില്ല. കേന്ദ്രം തരേണ്ടുന്ന പണം തന്നില്ലെങ്കിലും ചുരൽമലയിലുണ്ടായ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കേരളം അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ദുരന്തത്തിന് ഇരയായിപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളെ സുരക്ഷിതമായി ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള ടൗൺഷിപ്പോടുകൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പുനഃസംവിധാനത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നയാ പൈസ കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടില്ല. തന്നെയല്ലേ അത് 4 പൈസ കടക്കുമ്പോൾ ഇതെല്ലാം നടക്കുന്നത്. ബിന്ദുവിനെ വിട്ടേളാം, ബിന്ദുവിൻ്റെ കാര്യത്തിൽ വലിയ പറയണ്ട. അതിന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം? ഞാനില്ല പറയുന്നത്. ഇപ്പോൾ ഞാനാ പറയുന്നത് പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് സംസാരിച്ചാൽ മതി. ചോദ്യം അന്നേരം ചോദിക്കുക. തിരിക്കട്ടെ, ഏതാ പത്രം? എല്ലാവരും ഇല്ല, നിങ്ങളേതാന്നാ? നിങ്ങളാണല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ കയറി എൻ്റെ ശ്രദ്ധ മാറ്റി വേറെന്തിലേക്കോ കൊണ്ടുപോകാനുള്ള ശ്രമിച്ചുകൊണ്ട് ഇതെല്ലാം എത്ര കൊല്ലമായി കണ്ടു തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു തീരട്ടെ. മൂന്നാം ടേമിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ധാരണ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. വേണ്ടേ? നിങ്ങൾക്ക് മനസ്സിലാവണം, ജനങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ഒരു 3ാം ടേമിലേക്ക് കടക്കുമ്പോൾ അയ്യോ കേന്ദ്രം തന്നിട്ടില്ല, കേന്ദ്രം പണം തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതല്ല. നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും കേരളം അതിൻ്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്യും. കേരളം വാദ്യശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകും. അതിൻ്റെ മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കിഫ്ബി ഉപയോഗിച്ചത്. അതിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോഴും 60,000 കഴിഞ്ഞ കൊല്ലം. ഇപ്പം അതും കൂടി ചേർത്തിട്ട് 90,000 കോടിയായി. 90,000 കോടിയുടെ വികസന പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറമെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഞങ്ങൾ എറണാകുളത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തി. നമ്മുടെ അനുഭവമുണ്ട്. 3,50,000 സ്വയം സംരംഭക യൂണിറ്റുകൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ, ഞാൻ പറഞ്ഞത് ബോധപൂർവമാണ്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലുണ്ടായി. എത്ര? 3,50,000. ഈ ഗവൺമെൻറ് ഏതാണ്ട് 7 ലക്ഷത്തിന് കൊടുത്തു. ഇനിയും തൊഴിൽ കൊടുക്കാനാണ് പരിപാടി. അപ്പോഴാണ് ഇത് എങ്ങനെ മൂലധന നിക്ഷേപം ഉണ്ടാക്കാം. ഇന്നത്തെ പത്രത്തിലുണ്ട്, ഇതിൻ്റെ പത്രത്തിലുണ്ട് 1,05,000 കോടിയുടെ ഓഫർ. 1,05,000 കോടി ഈ കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന സമൂഹ സമ്പത്ത് വ്യവസ്ഥയിലേക്ക് കടന്നു പോകാൻ ഈ കേരളത്തിൽ 1,95,000 കോടി രൂപ മുടക്കാൻ, കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റാൻ, വ്യാവസായിക കോറിഡോർ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക്, കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്
1400 ഏക്കർ ഭൂമിയാണ് ഇപ്പോഴും പാലക്കാട് മാത്രം എടുത്തിട്ടുള്ളത്. ഒരു വ്യവസായ ശൃംഖലയുണ്ടാവും കേരളത്തിൽ. അതിനാവശ്യമായ പണമുണ്ട് ഇവിടെ. ഇനി അതിന് സംരംഭങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ കേരളത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അർദ്ധ വികസിത രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഉന്നം. ആ ഉന്നം നേടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ 3ാം ടേം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തെ സമഗ്രമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ദിശാബോധത്തോടു കൂടിയുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. ഇനി ചോദ്യം ചോദിച്ചോ. ഒരു സംശയമില്ല. പിന്നെ ഏത് ഗവൺമെൻറ് വരുന്ന സുധാകരൻ പറഞ്ഞല്ലോ ഇവരെല്ലാം മുഖ്യമന്ത്രിയാവാൻ നടക്കാണ്, ഒന്നും ആകാൻ പോകുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞല്ലേ പ്രശ്നമുള്ളൂ. സുധാകരൻ തന്നെ പറഞ്ഞു, KPCC പ്രസിഡൻ്റായിട്ട് മാറി 4-ാമത്തെ ദിവസമാണ് പറഞ്ഞത്, ഇവർ പറയുന്ന പോലെ ഒരു മുഖ്യമന്ത്രിയും വരാൻ പോകുന്നില്ല, കുറേ ആൾ നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് സുധാകരൻ മുതലാണ് തുടങ്ങിയത്. സുധാകരൻ മുഖ്യമന്ത്രിയാവും, എന്താ സംശയം? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. കള്ളപ്രചരണം ഉണ്ടാവും. ഇപ്പോഴേ ആശങ്കയൊന്നുമില്ല. അതല്ലേ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ആശങ്കയുണ്ടെങ്കിൽ പറയണോ? ആശങ്കയുണ്ടെങ്കിൽ ആരെങ്കിലും പറയോ? നിങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടല്ലാതെ ആശയതലത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്ന് ഞങ്ങൾക്കറിയാലോ. ഞങ്ങളുടെ കയ്യിലുള്ളത് വളരെ ചെറുതല്ലേ. നിങ്ങളുടെ കയ്യിൽ മുതലാളിമാരുടെ കയ്യിലല്ലേ എല്ലാ ശൃംഖലയും ഉള്ളത്. ഇന്ത്യയിലെ കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കോർപ്പറേറ്റ് മുതലാളി ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ടില്ല. അതും കൂടി കഴിഞ്ഞതായി ഇപ്രാവശ്യം. നിങ്ങളെല്ലാം കയ്യിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, അതെല്ലാം അവരത് ഉൾപ്പെടെയാ. കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ കൂടിയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനമെല്ലാം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള കടന്നാക്രമത്തെപ്പറ്റി ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ ധാരണയാണ് ഞാൻ പരസ്യം പറഞ്ഞത്. അവരിനിയും കുറേ ദിവസം ഇങ്ങനെ ആചരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അവർ കരുതിനോ അല്ല വെള്ളത്തിനോ എന്തെങ്കിലും ആചരിച്ചോട്ടെ. പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. നിങ്ങളുണ്ടായിരുന്നുവെങ്കിൽ 66 നാഷണൽ ഹൈവേ ഉണ്ടാവും. പറ എന്നാ അതിനോരോട് പറ. UDF ആണെങ്കിൽ ഈ 66 നാഷണൽ ഹൈവേ ഉണ്ടോ? ഇല്ലല്ലോ. ഗയൽ പദ്ധതി ഉണ്ടോ? ഇല്ലല്ലോ. പദ്ധതി ഇല്ലല്ലോ. എല്ലാം നിങ്ങൾ സമരം നടത്തിയവരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വികസനം അറിയാൻ? വികസന വിരുദ്ധ സമരമല്ലാതെ എന്തെങ്കിലും ഒരു സമരം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ ഈ 9 കൊല്ലം കൊണ്ട്? വികസനത്തിനെതിരായ സമരം, കുറ്റിപ്പൊരിച്ച സമരമുണ്ട്, സിൽവർ സമരം. അമ്മാതിരി സമരമല്ലാതെ വേറെ എന്തെങ്കിലും സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ? അത് ഇടിഞ്ഞതെല്ലാം ശരിയാക്കും. അത് ഭയപ്പെടണ്ട കേട്ടോ. ഇടിഞ്ഞു പോയതെല്ലാം ശരിയാക്കിയിട്ട് തന്നെ റോഡുണ്ടാവും. അതിനൊന്നും ഭയപ്പെടേണ്ടവരില്ല. അല്ല, എല്ലാ കാലത്തും ഉപയോഗിക്കുന്നില്ലേ, വെറുതെ ഉപയോഗിക്കുന്നതാണ്. അതിലൊന്നും മറുപടിയില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നെഗറ്റീവായ ഒരു കാര്യവും ഞങ്ങളൊന്നും സ്വാധീനിക്കപ്പെടില്ല. പോസിറ്റീവായ കാര്യം മാത്രം പറഞ്ഞാൽ അതിപ്പോൾ ആര് പറഞ്ഞു? സുധാകരനായാലും VD സതീശനായാലും ചെന്നിത്തലയായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കളവ് പറയുന്നതിനൊന്നും മറുപടി പറയാൻ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അടൂർ പ്രകാശ് പറയുന്നതിന് പറഞ്ഞില്ല. അതവർ നോക്കിക്കോട്ടെ. അല്ല, ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പരസ്യമായിട്ട്, തെറ്റായ ഒരു പ്രവണതയെയും ഈ ഗവൺമെൻറ്റോ ഈ പാർട്ടിയോ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അതിൻ്റെ അകത്ത് എല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോന്നിനെ വകതിരിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ തെറ്റായ ഒരു സമീപനത്തിനെയും പിന്തുണ നൽകേണ്ട ഒരു കാര്യമില്ല. അതാരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ആ തെറ്റായ പ്രവണതയെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും.